എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലന്റെ കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലെ ഇഡി പരിശോധന അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്ന് ഇഡി ഉദ്യോഗസ്ഥർ മടങ്ങുകയാണ്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങൾ നൽകും. ഷഹീദ്, പൂർണ്ണമായോ, മണിക്കൂറുകൾ നീണ്ട പരിശോധന അത് പൂർണ്ണമായോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായോ? പക്ഷേ ആ 3.5 മണിക്കൂർ നീണ്ട റെയ്ഡ് അതിപ്പോൾ പൂർത്തിയായെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ, കൊച്ചിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ അവർ മടങ്ങുകയാണ്. ചില ഉദ്യോഗസ്ഥർ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. കൊച്ചിയിലേക്കാണ് അവർ പുറപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശോധന, കോഴിക്കോട്ടെയുള്ള പരിശോധന റെയ്ഡ് പൂർത്തിയായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് രേഖകൾ ഇപ്പോൾ ചില ഉദ്യോഗസ്ഥർ ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചില ഉദ്യോഗസ്ഥർ ഇവിടെ ചില രേഖകൾ ഈ ഹോട്ടലിൽ നിന്നും ഈ ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നുമൊക്കെ ഈ പിടികൂടിയ ചില രേഖകൾ അവർ പരിശോധിക്കുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥർ കൂടി വാഹനത്തിൽ കയറി ഇപ്പോൾ അല്പസമയത്തിന് തന്നെ ഇവിടുന്ന് പുറപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കോഴിക്കോട്ടുള്ള പരിശോധന പൂർത്തിയായി വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും 3.5 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ഒരു പരിശോധനയായിരുന്നു റെയ്ഡായിരുന്നു നടത്തിയിരുന്നത്. ഗോകുലം ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇതിനകത്തുണ്ട്. ഈ രേഖകൾ പരിശോധിക്കുന്ന ഒപ്പം തന്നെ ഈ ഗോകുലം ഗോപാലനെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റൊരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗം ഇവിടെ നടക്കുകയായിരുന്നു. ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാരെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗം തീരാൻ വേണ്ടി അല്പം ഇവർ കാത്തുനിന്നു, ഇ ഡി ഉദ്യോഗസ്ഥർ കാത്തുനിന്നു. അതിനുശേഷം ഗോകുലം ഗോപാലിനെ അവർ ചോദ്യം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഫെമ ഉൾപ്പെടെയുള്ള വിദേശ നാണ്യ വിനിമയവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഗോകുലം ഗ്രൂപ്പിനെതിരെ നേരത്തെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകളാണ് നടത്തുന്നത് എന്നുള്ള ഔദ്യോഗികമായ ഒരു വിവരം കൊച്ചിയിൽ നിന്നും ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് ഒഴിച്ചാൽ ഇവിടെ എന്ത് പരിശോധന നടത്തി, എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടോ ഏതെല്ലാം വിശദാംശങ്ങളാണ് പരിശോധിച്ചത്, അന്വേഷിച്ചത് എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതികരണം ലഭ്യമായിട്ടില്ല. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ അവർ പറയാനുള്ള സാധ്യതയും കുറവാണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗോകുലം ഗോപാലൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളതാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും 3.5 മണിക്കൂർ നീണ്ടുനിന്ന കോഴിക്കോട്ട് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ അവിടെയുള്ള അവരുടെ കോർപ്പറേറ്റ് ഓഫീസിലും ഈ ഹോട്ടലിലും ഒക്കെ ആയിട്ടുള്ള പരിശോധന ഇപ്പോൾ പൂർത്തിയായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇ ഡി ഉദ്യോഗസ്ഥർ, ശേഷിച്ച ഉദ്യോഗസ്ഥർ കൂടി ഇവിടെ നിന്നും ഇവിടെ ഗോകുലം ഓഫീസിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മറ്റിവിടങ്ങളിലേക്കും പരിശോധന നീളുമോ, അതോ ഉദ്യോഗസ്ഥർ നേരെ തിരികെ കൊച്ചിയിലെ ഓഫീസിലേക്കാണോ? എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടോ? അക്ഷയ, നമ്മൾ പ്രാഥമികമായി നമുക്ക് ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്നും ആ വിശദാംശം ലഭ്യമായിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാഹനം കൊച്ചിയിൽ നിന്നെത്തിയ വാഹനമാണ്. കൊച്ചിയിൽ നിന്നുള്ള വാഹനത്തിലാണ് അവർ വന്നത്. ആ വാഹനം കൊച്ചിയിലേക്ക് തന്നെ പോകാനുള്ള തീരുമാനമാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കോഴിക്കോട്ട്, അങ്ങനെയെങ്കിൽ കോഴിക്കോട്ട് മറ്റു ഓഫീസുകളിലേക്ക് പരിശോധനയ്ക്ക് ഇപ്പോൾ ഇന്ന് പോകാനുള്ള സാധ്യത കുറവാണ്. കോഴിക്കോട് ഈ ഗോകുലം ഗ്രാൻഡിലും തൊട്ടപ്പുറത്തുള്ള കോർപ്പറേറ്റ് ഓഫീസിലും രണ്ടിടങ്ങളിലായി പരിശോധന ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വടകരയിൽ മറ്റ് ഒരു ഓഫീസ് കൂടിയുണ്ട്. അവിടെയും ഒരുപക്ഷെ പരിശോധന ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ വടകര ഓഫീസിലേക്ക് ഇന്നത്തെ പരിശോധന നീണ്ടിട്ടില്ല. ഇനിയൊരു പക്ഷേ അങ്ങനെ കോഴിക്കോട് നിന്ന് വടകരയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ കൊച്ചിയിലേക്ക് അവർ തിരിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കോഴിക്കോട്ടുള്ള അതായത് വടകരയിലെ ഓഫീസിലേക്കുള്ള പരിശോധനയും ഒരു പക്ഷേ ഇന്നുണ്ടാവാൻ സാധ്യതയില്ല. അത് ഏതെങ്കിലും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷേ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിലും ഗ്രാൻഡ് ഓഫീസിലും ഹോട്ടലിലുമുള്ള പരിശോധന ഇന്നിപ്പോൾ ഇവിടെ പൂർത്തിയായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അവർ കൊച്ചിയിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കോഴിക്കോട്ടെ ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ മടങ്ങുകയാണ്. ഷഹീദ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ പരിശോധന അവിടെ പൂർണ്ണമാവുകയാണ്. വടകര മറ്റ് ഇടങ്ങളിലേക്ക് ഇന്ന് പരിശോധന നീളുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതുവരെ ഒന്നും ഇടിക്ക് കണ്ടെടുക്കാനായതോ ആ തരത്തിലുള്ള നിരീക്ഷണങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഗോകുലം ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഗോകുലം ഗോപാലൻ അവിടെയുണ്ട്. അദ്ദേഹം ഇറങ്ങുമ്പോൾ അവിടുന്ന് പ്രതികരിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മുഹമ്മദ് ഷഹീദ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.